രാവിലത്തെ കാര്യം സാധിച്ചെടുക്കാൻ എന്റെ പുണ്യാളാ ഈ കുന്നും മലയൊക്കെ കയറി കിട്ടും മനുഷ്യന്റെ പരപ്പളങ്ങി എന്നുള്ളതാ. അച്ചായോ വെള്ളിമല ഡാമിൽ നിന്ന് ആദിവാസികൾക്ക് വെള്ളം കൊടുക്കാൻ പോണെന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട്. ദേ ക്യാമ്പ് ഓഫീസറുടെ പടവും വന്നിട്ടുണ്ട്. ക്യാമ്പ് ഓഫീസർക്ക് അംഗീകാരം. ഇപ്പൊ അത്തരത്തിലൊക്കെ പടമതിൽ എന്തുട്ടേണ്ട കാര്യം? 5-6 കൊല്ലം ആ ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ പിന്നാലെ നടന്നിട്ട് ഈ പെണ്ണിന്റെ നീര് പറ്റിയില്ലേ? ഹലോ ഇറങ്ങിയ ഞാൻ പൊളിക്കാം. അച്ഛാ പുതിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നിട്ടുണ്ട്. വേഗം റെഡിയാവും. എന്ന് പറഞ്ഞാൽ എങ്ങനെടാ? മണി 9 ആണെന്നല്ലേ ഉള്ളൂ. എന്റെ പൊന്നച്ചായ പുതിയ എക്സിക്യൂട്ടീവ് സ്ട്രിക്റ്റ് ആണ്, പങ്ക്ച്വലാണ്, മറ്റതാണ് മറിച്ചതാണെന്നാണ് ഷിബു പറഞ്ഞത്. ഒന്ന് റെഡിയാവുണ്ടോ? നശിപ്പ്. ഓരോരുത്തമ്മരെ കോപ്പിലെ സ്വഭാവം കാരണം നമുക്കാണ് ഇരിക്കപ്പുറത്തില്ലാണ്ടാവണത്. വണ്ടി എങ്ങനെ എന്റെ ദേഹത്ത് മുട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ പുതിയ കാലത്ത് തന്നെ നല്ല വാറാണല്ലോ. ലോഡ് ഷെഡിങ് കാരണം ഇവിടെ അടുത്തുള്ള പേപ്പർ മില്ല് പൂട്ടി. അക്കൂട്ടത്തിൽ പണി പോയ ഒരാളാ ബാസ്. അതിന്റെ ആഘോഷമായി കാണുന്നു. ഞാൻ ഈ പുതിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിന്ന് എത്ര പറയാൻ ശ്രമിച്ചാലും നടക്കില്ല. ആര് പറഞ്ഞു പറയാൻ പറ്റില്ല എന്ന്? എനിക്ക് കുടിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത ഒറ്റ വാക്കുള്ളൂ, ഒഴിച്ചത് മതിന്ന്. ഇത് ഞങ്ങളുടെ വെള്ളിമലക്കാരുടെ സ്വന്തം ഡാമാ. എന്നിട്ടും വാസിയുടെ പേപ്പർ മില്ലിൽ മാത്രം കറണ്ട് ഇല്ല. ഈ വിദ്യുച്ഛക്തി പ്രതിസന്ധി പരിഹരിക്കാൻ പുതുതായിട്ട് വന്ന് താങ്കൾ എന്ത് ചെയ്യാൻ പോണെന്ന് എനിക്കറിയണം. ഞാൻ കൊള്ളാവുന്ന ജനറേറ്റർ നോക്കി ഒരെണ്ണം മണ്ണ് കുഴിച്ചിടാം. ആ ജനറേറ്റർ മരം വളർന്ന് വലുതായി കായ്ക്കുമ്പോൾ വിളഞ്ഞത് നോക്കി ഓരോ ജനറേറ്റർ പൊട്ടിച്ചെടുത്ത് കറണ്ടില്ലാത്തടത്തൊക്കെ വിതരണം ചെയ്യാൻ എന്താ പോരെ? ഡീസൽ പാഴാക്കാതെ വണ്ടി ഓഫ് ചെയ്യണോ? അല്ല സാറേ, ജനറേറ്റർ ഗുഡ് മോർണിംഗ് സാർ. കാര്യം പറയുമ്പോ എല്ലാരും ഇപ്പോഴാണോ ഡ്യൂട്ടിക്ക് റെഡി ആവുന്നത്? കാലത്ത് കറണ്ടില്ലാത്ത കാരണം എക്സ്ക്യൂസ് വല്ലതും പറയാനാണെങ്കിൽ എഴുതി തരണം. വലിച്ചു കയറി കളയാമല്ലോ. നാളെ മുതൽ കൃത്യമായി ഡ്യൂട്ടിക്ക് വന്നിരിക്കണം. ശരി സാർ. ഓപ്പറേറ്റർ ഇവിടെ? ഗോപിയ ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല. പട്ടാളെത്തിയല്ലോ. പുതിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നിട്ടുണ്ട്. താമസിച്ചതിന് ഇപ്പൊ കിട്ടും. വാ വാ, കയ്യോടെ വാങ്ങിച്ചോ. അതെ സാർ. സാർ, ഞാൻ ഗോപികൃഷ്ണൻ. ഞാൻ ഓപ്പറേറ്റർ മാത്രമല്ല, ഒരു എക്സ് മിലിറ്ററി കൂടിയാണ്. ദിവസേനയുള്ള എക്സസൈസ് കൂടാതെ നേവി ക്യാമ്പിൽ തിങ്കളാഴ്ച തോറും ഡ്രില്ലിന് പോകും. അതാ വൈകിയത്. ഒരു പട്ടാളക്കാരൻ എപ്പോഴും യുദ്ധസന്നദ്ധനായിരിക്കണമല്ലോ സാർ. പിന്നെ ഇന്നൊരു 11-11:30 ഇന്ത്യ ചൈന അതിർത്തിയിൽ യുദ്ധം ഉണ്ടാകുമെന്ന് കേട്ടു. അപ്പൊ അടുത്ത ബസ് പിടിച്ച് അങ്ങോട്ട് പോണ്ടേ? അതുകൊണ്ട് താൻ ഇന്ന് ഡ്യൂട്ടി കയറണം. ഇനി നിന്ന് സമയം കളയണ്ട. ചൈനീസ് ഭാഷയിൽ ഞാൻ തോറ്റോന്ന് പറഞ്ഞ് പഠിച്ചേക്ക്. യുദ്ധത്തിന് പോകേണ്ടതല്ലേ? സാറിന്ന് ചെയ്തത് വളരെ നല്ല കാര്യ. അത്രയ്ക്ക് അഹങ്കാരിയും ധിക്കാരിയും ഒരു ഉത്തരവാദിത്തമില്ലാത്തവനാ ഗോപി. താൻ അത്രക്കൊക്കെ പറയണമെങ്കിൽ അയാൾ എന്തെങ്കിലും നന്മ കാണും. താൻ ഡ്യൂട്ടി കയറിക്കോ. ഞാൻ പറഞ്ഞോണ്ടാ. അല്ല, ഞാൻ പറഞ്ഞോണ്ടല്ലോ സാർ അവനോട് വണ്ടി എടുക്കണോ? ഗോപിയേട്ടാ, വാട്ടർ ലെവൽ വിളിച്ചു പറയാൻ പറഞ്ഞു ആനന്ദ ചേച്ചി. ഓ, കാര്യൊക്കെ കൊള്ളാം. മലയിലെ പെണ്ണുങ്ങൾക്ക് ഉടുമ്പിന്റെ സ്വഭാവ ദേഹത്ത് കൂടാൻ നോക്കണം. പിന്നെ പോലീസുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. പിള്ളേരെ നോക്കിവാ. സാറ് എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയാ മൂപ്പ വിശേഷം? ഓ, സുഖം സുഖം. സാർ ഒരാള് കാരണ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ വെള്ളം കിട്ടിയത്. അതിന് ഇതൊക്കെ എന്തിനാ? ഒരു കാര്യം പറയാനും കൂടെ വന്നത്. വന്നപ്പോ വെറും കൈയോടെ ചേച്ചി ഒരു ഫോണുണ്ട്. ക്യാമ്പ് ഓഫീസറാണ്. അവര് അനിതയോട് കാണിക്കുന്ന സ്നേഹം കണ്ടു നിന്നു. എന്റെ അടുത്ത് തന്നെ വേണോ? എന്ത് തന്റെ മനസ്സിലെന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്റെ മനസ്സിലെന്ത് തേങ്ങ? അതിന് ചൂടാണെന്തിന്? പിന്നെ അനാവശ്യം പറഞ്ഞാൽ എങ്ങനെയാ?
അനാവശ്യം. പണ്ട് പട്ടാളത്തിൽ പോയ സമയത്ത് തിരിച്ചു വന്നാൽ ഇവളെ കെട്ടുകളെന്ന് പറഞ്ഞൊക്കെ മറന്നോ? അതന്നല്ലേ. ഭ്രാന്തിലാണോ ആത്മഹത്യയിലാണോ അവസാനിക്കുന്നതെന്ന് അറിയാത്തൊരു കുഴപ്പം കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. വെറുതെ എൻ്റെ പേരിനോട് ചേർത്ത് അവളുടെ ജീവിതം കൂടി ഇല്ലാതാക്കണ്ടേ. ആളുകൾ കറണ്ടില്ലാതെ നട്ടം തിരിയുക. കുറച്ച് നാളായിട്ട് ഇവിടുത്തെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കറണ്ട് ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടും നിങ്ങൾ ഇതിലൊന്നും ചെയ്തില്ലേ? സാർ വരുന്നതുവരെ ഇവിടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നരേന്ദ്രൻ സാറിനായിരുന്നു ചാർജ്. ഞാൻ നരേന്ദ്രൻ സാറിനോട് റിപ്പോർട്ട് ചെയ്തതാ. ഇമ്മീഡിയറ്റ് ആയിട്ട് ടണലിൽ ഇൻസ്പെക്ഷൻ വെക്കണം. ശരി സാർ. നരേന്ദ്രനാ സാറേ, ആ വർഗീസ് വന്ന ഉടനെ നമ്മളെ മെനക്കെടുത്താനുള്ള ഓരോരോ പരിപാടികളാ. ഞാൻ വിളിക്കാം. ഇന്നലെ ഷിഫ്റ്റ് ചെയ്തേ ഉള്ളൂന്നേ. സെക്കൻഡ് സാറ്റർഡേ അല്ലേ? അവരൊക്കെ വന്നിട്ടുണ്ട്. മെറിനും പ്രിയം പോയി. അവരിവിടെ FB യിൽ കുത്തിയിരിക്കുക. നിനക്കല്ലടി, അതെന്റെ മമ്മിക്ക. അവളുമാരി ഇന്ന് തന്നെ പോരും. സഹിക്കാൻ പാടാ. ഞാൻ നാളെ വരുള്ളൂ. അയ്യോ പപ്പ, ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ പപ്പ വരുന്നു. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഫാനും ലൈറ്റൊക്കെ ഓഫ് ചെയ്തേ. പപ്പ ഇന്നെ കൊല്ലും. ഇവളുമാരെ കൊണ്ട് തോറ്റു. എല്ലാം ഓൺ ചെയ്തിട്ടിരിക്കാം. എടി നീ ഇതുവരെ ഓഫ് ചെയ്തില്ലേ? പപ്പ വന്ന എല്ലാത്തിനും കിട്ടും. കറണ്ട് പോയോ? ഓ, തൽക്കാലം രക്ഷപ്പെട്ടു. പപ്പയുടെ സ്വഭാവം അറിയാലോ. കറണ്ട് വരുന്നതിന് ആവശ്യമില്ലാത്തതൊക്കെ ഓഫ് ചെയ്യണം. പപ്പ വന്നു. ഇവിടെ ഒരു ഒച്ച എനക്കോ ഇല്ലല്ലോ. കുട്ടികൾ വല്ലാതെ ബോറടിച്ചു എന്ന് തോന്നുന്നു. അതെ. ഇവിടെ കുറേ നേരമായിട്ട് കറണ്ട് ഇല്ലേ പപ്പ. അത് കാരണം ഞങ്ങള് കുറേ നേരമായിട്ട് കറണ്ട് ഇല്ലേ? അതിന് മെയിൻ സ്വിച്ച് ഞാൻ ഇപ്പൊ ഓഫ് ചെയ്തല്ലേ ഉള്ളൂ. ഷിബു, ആ മെയിൻ സ്വിച്ച് ഇട്ടിട്ട് നീ പോയിക്കോ. ശരി സാർ. അയ്യോ, ആരാ ഇതൊക്കെ ഓൺ?